evening, Mr. Harish Parady, to light the lamp and inaugurate Malabar Maholsavam 2026 along with other dignitaries on the stage. Welcome Mr. Asim Said Sulaiman, the Head of Operations and Business Development, Shifa Al Jazeera Medical Group, our presenting sponsor, to felicitate the gathering. ഹായ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അധികം സംസാരിച്ചാൽ അധിക പ്രസംഗമായി പോകുമെന്ന് എനിക്ക് മനസ്സിലായി. അധികം സംസാരിക്കില്ല. ഓക്കെ. ഏറെ പ്രത്യേകതകളുള്ള ഒരു വേദിയാണ് ഈ വേദിയുടെ ഒരു പ്രത്യേകത. കോഴിക്കോടിൻ്റെ ഗൃഹാതുരത്വം ഉണർത്തുന്ന രീതിയിൽ അത്ര മനോഹരമായി സജ്ജീകരിച്ച് അലങ്കരിച്ച വേദി, അതൊരു പ്രത്യേകതയാണ്. ഹരീഷ് ഏട്ടൻ എന്ന അതുല്യ നടൻ്റെ സാന്നിധ്യം, അത് മറ്റൊരു പ്രത്യേകതയാണ്. ഈ പ്രോഗ്രാമിന് പിന്നിൽ അവിശ്രാന്ത പരിശ്രമം നടത്തിയ, രാവും പകലും ഇല്ലാതെ പരിശ്രമിച്ച ഒരുപാട് മനുഷ്യർ ഈ വേദിയിലുണ്ട്, അത് മറ്റൊരു പ്രത്യേകതയാണ്. അതിഗംഭീരമായി ഈ പ്രോഗ്രാം ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെറിൻ മറ്റൊരു പ്രത്യേകതയാണ്. ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു വേദിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷമാണ്. കാരണം കോവിഡിന് മുൻപ് നടന്ന മലബാർ മഹോത്സവം, എല്ലാ കോവിഡിന് മുൻപ് നടന്ന മലബാർ മഹോത്സവങ്ങളെല്ലാം തന്നെ ഈ കുവൈറ്റിൻ്റെ മണ്ണിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഭാഗ്യം ലഭിച്ചത് ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിനാണ്. 2026 മലബാർ മഹോത്സവം തിരിച്ചു വരികയാണ്. ആ മലബാർ മഹോത്സവത്തിൻ്റെ തിരിച്ചുവരവും ഈ മണ്ണിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഭാഗ്യം ഞങ്ങൾക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതിന് ഇതിൻ്റെ സംഘാടകരോട് ഓരോരുത്തരോടും നന്ദി അറിയിക്കുകയാണ്. ഇനി കോഴിക്കോടിനെ കുറിച്ച് കൂടുതൽ എന്ത് പറയാനല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ ചുരുക്കി പറയാം. നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? നാളെ വാലന്റൈൻസ് ഡേ ആണ് അല്ലേ. നമ്മുടെ പ്രണയങ്ങളൊക്കെ തുറന്നു പറയാനും നമ്മുടെ പ്രണയങ്ങളൊക്കെ സ്മരിക്കാനും ഓർത്തെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരവസരമാണ്, ഒരു ദിവസമാണ് വാലന്റൈൻസ് ഡേ. ജീവിതത്തിൽ ആരോടും ഒന്നിനോടും പ്രണയമോ പ്രേമമോ തോന്നാത്ത ആരും തന്നെ ഇല്ല. എനിക്കും നിങ്ങൾക്കുമൊക്കെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാൻ അകപ്പെട്ട പ്രണയങ്ങളിൽ ഒന്നാണ് അത് കോഴിക്കോടുമായിട്ടാണ്. ഞാൻ പ്രണയിച്ചിട്ടുള്ള, വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നാടാണ് കോഴിക്കോട്. മുഹബത്തിൻ്റെ മൊഞ്ചുള്ള നാടെന്നൊക്കെയാണ് കോഴിക്കോടിനെ പറ്റി പറയാറുള്ളത്. എൻ്റെ സ്വദേശം ആലപ്പുഴയാണെങ്കിൽ എനിക്ക് ആദ്യമായി ജോലി ലഭിച്ച സ്ഥലങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. 2012 ഒരു ജോലി അന്വേഷിച്ചാണ് ഞാൻ ആ നാട്ടിൽ എത്തുന്നത്. അന്ന് മുതൽ ഇന്നുവരെ എൻ്റെ ജീവിതത്തിലെ യാത്രകളിലെല്ലാം, എൻ്റെ തൊഴിൽ രംഗത്തും എൻ്റെ വ്യക്തി ജീവിതത്തിലുമെല്ലാം ഒരുപാട് കോഴിക്കോടുകാർ ഈ യാത്രയിൽ എൻ്റെ ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ പ്രാപ്തിയായപ്പോൾ, ആ വീട് എവിടെ വാങ്ങണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു, നിന്നെ ഇനി ഒരു ആലപ്പുഴക്കാരനായി ഞങ്ങൾ കാണുന്നില്ല, നീ എന്തെങ്കിലും വാങ്ങുന്നെങ്കിൽ അത് കോഴിക്കോട് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട് വാങ്ങിയതും ആ നാട്ടിലാണ്, കോഴിക്കോടുകാരനാണ്. അപ്പോൾ ആലപ്പുഴയാണെങ്കിലും ഞാനൊരു പാതി കോഴിക്കോടുകാരനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ പേര് മലബാർ മഹോത്സവം എന്നാണ്. മലബാരി എന്ന പ്രയോഗം ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ അറബികൾ മലയാളികളെക്കുറിച്ച് അവരെ സൂചിപ്പിക്കുന്ന വിധം ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗമായിരുന്നു, അല്ലെങ്കിൽ മലയാളികളെക്കുറിച്ച് ഉള്ള പ്രയോഗമായിരുന്നു മലബാരി എന്നത്. അതേസമയത്ത് കേരളത്തിൽ മലബാർ എന്നാൽ അത് മലബാറിൻ്റെ പര്യായം എന്ന് പറഞ്ഞാൽ കോഴിക്കോടാണ്. അപ്പോൾ അറബികൾക്കിടയിൽ മലയാളിയുടെ പര്യായമാണ് മലബാരി എങ്കിൽ മലയാളികൾക്കിടയിൽ മലബാറിൻ്റെ പര്യായമാണ് കോഴിക്കോട്, തീർച്ചയായിട്ടും. അപ്പോൾ കോഴിക്കോടിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അത് കോഴിക്കോടുകാരുടെ സ്നേഹമാണ്, അവരുടെ മുഹബത്തിൻ്റെ മൊഞ്ച് ഉള്ള സ്നേഹമാണ്, അവരുടെ ആതിഥേയത്വമാണ്. ആ സ്നേഹം, ആ ആതിഥേയത്വം ഏറെ ആഘോഷിക്കപ്പെടുന്ന, ഏറെ ആസ്വദിക്കപ്പെടുന്ന ഒരു സദസ്സാണ് ഇവിടെ ഉള്ളത്. കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. ഏറെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടു കൂടി എല്ലാ ആശംസകളും എല്ലാ ഭാവുകങ്ങളും ഈ പ്രോഗ്രാമിനും ഇതിൻ്റെ സംഘാടകർക്കും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.